ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കോവയ്ക്ക കൊണ്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിന് കോവയ്ക്കയ്ക്ക് ഇവിടെയൊക്കെ കുന്തുരു എന്നും പറയും. അപ്പോൾ കോവയ്ക്ക ഞാനിത് ഇങ്ങനെ നാലായിട്ട് കീറിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ അറിയാതെ ഒന്ന് രണ്ട് ഇങ്ങനെ പഴുത്തത് പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ പഴുത്ത കോവയ്ക്കയ്ക്ക് ചെറിയൊരു പുളി ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇത് അരിയുമ്പോൾ ഇപ്പോൾ അറിയാതെ ഒന്ന് രണ്ടെണ്ണം പെട്ടുപോയി. അപ്പോൾ ഇത് ഒഴിവാക്കിയാൽ നല്ലതാണ്. ഇതിൽ ചെറിയൊരു പുളിയുണ്ട്. അപ്പോൾ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നാടൻ ഡിഷാവുക കാരണം വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ സവാള വഴറ്റിയതും പിന്നെ ഒരു 2-3 പച്ചമുളകും. ഞാൻ അതിൽ ചുവന്ന മുളക് ചേർക്കുന്നില്ല. ഇതിൽ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. വല്ലാതെ വഴറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കോവയ്ക്കയുടെ കൂടെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് വഴറ്റിയേ വേണ്ടു. കളറ് മാറാൻ പാടില്ല. അപ്പോഴേക്കും നമുക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് കോവയ്ക്ക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ കോവയ്ക്കയും ഇതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഞാൻ കോവയ്ക്ക പിന്നെ ഒരു 400 ഗ്രാമൊക്കെ ഉണ്ടാവും. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വളരെ ടേസ്റ്റിയാണത്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. കോവയ്ക്കൊന്ന് വേകണം. അതിനുവേണ്ടി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇത് വേവാനുണ്ട്. ഒന്നും കൂടി നമുക്കിത് അടച്ചു വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കാം. കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഏതാണ്ടൊക്കെ വറ്റി. ഇതൊന്ന് നല്ല ഡ്രൈ ആവണം. തോരനൊക്കെ റെഡി ആയിരിക്കുന്നു. ഇനി ഇതിൽ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മീതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അവസാനം കുറച്ച് നാളികേരം ചെറുകിയത് ചേർക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് നന്നായി വരുള്ളൂ.
നാളികേരം ചെറിയതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചേർക്കാം. ഈ അവസാനം കുറച്ച് വെളിച്ചെണ്ണ മീതെ കുറച്ച് കൊടുത്താൽ മതി. ഇത് ഓപ്ഷനിലാട്ടോ, ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ തോരൻ റെഡിയായി. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കോവയ്ക്ക വേവാനൊന്നും അധികം സമയം വേണ്ട. അത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.